നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മുഴുവൻ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. പ്രധാന വാർത്തകൾ. കലൂർ സ്റ്റേഡിയത്തിൽ വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. എന്നാൽ കുറച്ച് ദിവസം വെന്റിലേറ്ററിൽ തുടരണമെന്ന ഡോക്ടർമാർ. ഇതിനിടെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഉമാ തോമസ് MLAയ്ക്ക് അപകടമുണ്ടായ കലൂരിലെ പരിപാടിയിൽ സുരക്ഷാ വീഴ്ചയെന്ന് മന്ത്രി സജി ചെറിയാൻ. ഉയരമുള്ള വേദിക്ക് ബാരിക്കേഡ് കെട്ടേണ്ടതായിരുന്നു. തന്റെ ഗൺമാൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും സജി ചെറിയാൻ. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തവിസ്മയം. നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,600 നർത്തകിമാർ അണിനിരുന്ന മെഗാ ഭരതനാട്യം ഗിന്നസ് ബുക്കിൽ ഇടം നേടി. ആലപ്പുഴ ജില്ലാ കേരളോത്സവം സമാപിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് ചാമ്പ്യൻഷിപ്പ്. 341 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും 254 പോയിന്റോടെ കലാകിരീടവും പട്ടണക്കാട് സ്വന്തമാക്കി. ആലപ്പുഴയിൽ അധ്യാപകരുടെ കലാമേള. KSTA സംസ്ഥാന അധ്യാപക കലാമേള ആലപ്പുഴയിൽ നടന്നു. 149 പോയിന്റ് നേടി മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. വാർത്തകൾ വിശദമായി. കലൂർ സ്റ്റേഡിയത്തിൽ വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. എന്നാൽ വെന്റിലേറ്ററിൽ തുടരണമെന്ന് ഡോക്ടർമാർ. ഇതിനിടെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന് കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്ന ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന പാലാരിവട്ടം റെനെ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ. തിങ്കളാഴ്ച രാവിലെ നടത്തിയ CT സ്കാൻ പരിശോധനയിൽ തലയുടെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ലെന്നാണ് വ്യക്തമായതെന്നും 10:30 കൂടിയ മെഡിക്കൽ ബോർഡിന് ശേഷമുള്ള മെഡിക്കൽ ബുള്ളറ്റിൽ വ്യക്തമാക്കി. ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെങ്കിലും ശ്വാസകോശത്തിലെ ചതവുകൾ അല്പം കൂടിയിട്ടുണ്ട്. വയറിങ്ങിന്റെ സ്കാനിങ്ങിലും കൂടുതൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. ശ്വാസകോശത്തിനേറ്റ സാരമായ ചതവ് കാരണം കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരും. ശ്വാസകോശത്തിന്റെ ചതവ് മാറാൻ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. വിശദമായി നടത്തിയ സ്കാനിങ്ങിൽ സെർവിക്കൽ സ്പൈനൽ പൊട്ടലുകൾ ഉണ്ടെങ്കിലും അടിയന്തര ഇടപെടലുകൾ ആവശ്യമില്ല. രോഗിയുടെ അവസ്ഥ മെച്ചപ്പെട്ട ശേഷം ആവശ്യമെങ്കിൽ ചികിത്സാ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുമെന്നും ഡോക്ടർമാർ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്ന MLAയുടെ GCS സ്കോർ 8 ആയിരുന്നു. ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. എക്സ്റേ, CT സ്കാൻ എന്നിവയടക്കമുള്ള വിദഗ്ധ പരിശോധനകൾക്ക് വിധേയയാക്കുകയും ചെയ്തു. CT സ്കാനിലാണ് തലയ്ക്ക് പരിക്കുള്ളതായി കണ്ടെത്തിയത്. വീഴ്ചയുടെ ആഘാതത്തിൽ മുഖത്തും വാരിയെല്ലുകൾക്കും ഒടിവുകൾ സംഭവിച്ചിരുന്നു. വാരിയെല്ലുകൾ തട്ടിയാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവമുണ്ടായത്. റെനെ മെഡിസിറ്റിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ മിഷാൽ ജോണി, ഓർത്തോപീഡിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ ബാബു ജോസഫ്, ഡോക്ടർ ജസീൽ, ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗത്തിലെ ഡോക്ടർ രാഹുൽ ചന്ദ്രൻ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രഞ്ജുകുമാർ BC, ഒഫ്താൽമോളജി വിഭാഗത്തിലെ ഡോക്ടർ രേഖ ജോർജ്, ENT സർജൻ ഡോക്ടർ പൂജ പ്രസാദ്, ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗൗതം ചന്ദ്രൻ, പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ മധു KS, മെഡിക്കൽ ഡയറക്ടറും ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചികിത്സിക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച നൃത്തസന്ധ്യയുടെ ഭാഗമായാണ് MLA ഞായറാഴ്ച വൈകിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയത്. ആർട്ട് മാഗസിൻ ആയ മൃദംഗം മിഷൻ സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു അപകടം. കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ VIP ഗാലറിയിൽ നിന്നാണ് MLA താഴേക്ക് വീണത്. കോൺക്രീറ്റിൽ തലയടിച്ചു വീണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വേദിയിലിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ താൽക്കാലിക ബാരിക്കേഡിൽ പിടിച്ചിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് സൂചന. സേഫ്റ്റി ഗാർഡുമാർ ഇല്ലായിരുന്നു. വേദിക്ക് മുന്നിൽ ബാരിക്കേഡായി വെച്ചിരുന്നത് താൽക്കാലികമായി കെട്ടിയ റിബണായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിന് പിന്നാലെ മന്ത്രി സജി ചെറിയാനും കോൺഗ്രസ് നേതാക്കളും കുടുംബവും സ്റ്റാഫ് അംഗങ്ങളും ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. ഇതേസമയം സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ ഉമാ തോമസ് MLAയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നൃത്തപരിപാടിയുടെ സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ നൃത്തപരിപാടിക്കായി കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിന് GCDAയും സംഘാടകരുമായി ഉണ്ടാക്കിയ കരാറും പുറത്തുവന്നു. സംഘാടകരായ മൃദംഗ വിഷന് GCDA നൽകിയ അനുമതി കരാറാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്റ്റേഡിയം ഉപയോഗിക്കാൻ മാത്രമാണ് അനുമതി നൽകിയത്. സ്റ്റേഡിയം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് സംഘാടകർ അനുമതി തേടിയതും. സ്റ്റേജ് ഉൾപ്പെടെയുള്ള അധിക നിർമ്മാണത്തിന് അനുമതി തേടിയിരുന്നില്ല. ഗാലറിയിൽ അധികമായി ഉണ്ടാക്കിയ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണാണ് ഉമാ തോമസിന് പരിക്കേറ്റത്. അധിക നിർമ്മാണത്തിന് കൊച്ചി കോർപ്പറേഷനിൽ നിന്നും ഫയർ സ്റ്റേഷനിൽ നിന്നും അനുമതി തേടണമെന്ന് GCDA നിർദ്ദേശിച്ചിരുന്നു. എല്ലാ അനുമതികളും ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് നേടേണ്ടതാണ്. സംഘാടകരുടെ ഉത്തരവാദിത്തമാണിതെന്നും GCDA നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ സംഘാടകരിൽ ഒരാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കൃഷ്ണകുമാർ എന്നയാളെയാണ് പാലാരിവട്ടം പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമയാണ് കൃഷ്ണകുമാർ. ഇവരാണ് കലൂരിൽ പരിപാടി നടത്തിയത്. കലൂർ സ്റ്റേഡിയത്തിൽ പോലീസും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്ത പരിശോധന നടത്തി. ഫോറൻസിക് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുന്നുണ്ട്.
സംഭവത്തിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച അന്വേഷണം നടക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യം തേടി മൃദംഗ വിഷൻ MD നികോഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ചൊവ്വാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പരിപാടി നടത്തിയതെന്ന് ഹർജിയിൽ മൃദംഗ വിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അനിയന്ത്രിതമായോ തിരക്കോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ കലൂരിലെ പരിപാടിയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്ന് മന്ത്രി സജി ചെറിയാൻ. ഉയരമുള്ള സ്റ്റേജിന് ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം തൻ്റെ ഗൺമാൻ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞു. ഈ സുരക്ഷാ വീഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഈ ബാരിക്കേഡ് കെട്ടാനെന്ന് പറയുന്നതാണ് സംഭവിച്ചത്. ഇതിൽ ഉറപ്പുള്ള തരത്തിൽ സ്റ്റേജ് കെട്ടേണ്ടതാണ്. അതിൽ ആഹ്ലാദത്തോടെ അത് കൈകാര്യം ചെയ്ത് കാണുന്നതാണ്. അതിന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണമാണ്. കാരണം അത്രയും ഹൈറ്റിൽ ഒരു 15 അടിയോളം നീളത്തിൽ VIP ഇരിക്കുന്ന ഒരു ഭാഗം പൂർണ്ണമായി സുരക്ഷിതമാകേണ്ടതായിരുന്നു. ആവശ്യമായ ആ സുരക്ഷിതത്വം അവിടെ ഉറപ്പുവരുത്തുന്നതിന് ചോദിച്ചു. അത് ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗൺമാനടക്കമുള്ളവർ അവിടെ പറയുകയും ചെയ്തു, ഇത് അത്ര സേഫല്ല, നിങ്ങൾ സുരക്ഷിതത്വം കുറച്ച് പ്രാർത്ഥിച്ചമാക്കണമെന്ന് പറയുകയും ചെയ്തു. ഗൺമാൻ മനസ്സിലാക്കി. അപ്പോൾ വളരെ സങ്കടകരമായ ഒരു അപകടം സംഭവിച്ചത്. ഞങ്ങളപ്പം തന്നെ 8 മിനിറ്റാണ് ഈ പ്രോഗ്രാം. കാരണം ഇവരെല്ലാം അണിനിരുന്ന് ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് ആ പരിപാടി നടത്തിയേ പറ്റുന്ന അന്തരീക്ഷമാണ്. IV എല്ലാം ഉണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. അവിടെ പെട്ടെന്ന് ഇവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടി വണ്ടി വരുന്നു, പെട്ടെന്ന് തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോൾ അവിടെ ആ 8 മിനിറ്റ് പരിപാടി, ആ പരിപാടി 8 മിനിറ്റോട് തീർന്നു. അപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പിന്നെ പരിപാടി കണ്ടിന്യൂ ചെയ്തതെന്നാണ് ഞാൻ പിന്നെ മനസ്സിലായത്. ആ 8 മിനിറ്റ് ഈ ഗിന്നസ് വേൾഡിൻ്റെ അംഗീകാരത്തിലുള്ള ആ 8 മിനിറ്റ് വരും. അതിൽ ആ 8 മിനിറ്റ് മാത്രമാണല്ലോ ഉപയോഗിച്ചത്. കാരണം അപ്പോൾ നമ്മൾ അന്നേരം ഇത്ര ഗൗരവമായ ഒരു അപകടമാണെന്നുള്ളത് നമ്മുടെ മനസ്സിലില്ലല്ലോ, അവരുടെ മനസ്സിലുമില്ലല്ലോ. ഈ പറയുന്ന ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള കുറച്ച് ആളുകളല്ലേ ഈ സംഭവം കാണുന്നുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ ആ സ്റ്റേഡിയത്തിലുണ്ടെങ്കിലും വളരെ കുറച്ച് ആളുകൾ കാണുന്നു. അപ്പോൾ ഒരു അപകടം അങ്ങനെ ഒരു ഇത് വരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോഴാണ് ഈ ബ്ലഡ് വരുന്നു, മറ്റു കാര്യങ്ങൾ അപകടം ഗുരുതരമാണെന്ന് മനസ്സിലാക്കി. ഞങ്ങൾക്ക് അപ്പം തന്നെ പരിപാടി തീരുന്നതിന് മുമ്പ് ഞാനൊക്കെ അറിയാം. പരിപാടി തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെല്ലാം ഇറങ്ങി, ഞാനും ഹൈബിയും എൻ്റെ കാറിൽ തന്നെയാണ് കിട്ടുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉമാ തോമസിനുണ്ടായ അപകടം സുരക്ഷാ വീഴ്ച ഉണ്ടായതായി മന്ത്രി സജി ചെറിയാൻ. ഉയരമുള്ള വേദിക്ക് ബാരിക്കേഡ് കെട്ടേണ്ടതായിരുന്നു. തൻ്റെ ഗൺമാൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും സങ്കടകരമായ അപകടമാണ് MLAക്ക് ഉണ്ടായതെന്നും 8 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചുവെന്നും ബാക്കി പരിപാടികൾ നടത്തിയില്ല എന്നും ഇത്രയും വലിയ അപകടമാണ് നടന്നതെന്ന് അപ്പോൾ തിരിച്ചറിഞ്ഞില്ലെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തവിസ്മയം. നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,600 നർത്തകിമാർ പങ്കെടുത്ത മെഗാ ഭരതനാട്യം ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി. കാണാം. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 11,600 പേർ ചേർന്ന കലൂർ സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ച ഭരതനാട്യം ലോക റെക്കോർഡിലേക്ക്. 10,176 നർത്തകരുടെ ഭരതനാട്യം അവതരണത്തിനായിരുന്നു ഇതുവരെ റെക്കോർഡ്. മൃദംഗനാഥം സംഘടിപ്പിച്ച പരിപാടിക്ക് ഗിന്നസ് അധികൃതർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൈമാറി. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന, ഉത്തര ഉണ്ണി, വിദ്യ ഉണ്ണി, ഋതുമന്ത്ര, പാരീസ് ലക്ഷ്മി തുടങ്ങിയവരും നൃത്തമാടി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപാങ്കുരൻ സംഗീതം നൽകി. പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായാണ് ഭരതനാട്യം അവതരിപ്പിച്ചത്. നൃത്തവിദ്യാലയങ്ങളിലെ 550 ഗുരുക്കന്മാരും ശിഷ്യരും 6 മാസം പരിശീലനം നടത്തിയാണ് പരിപാടി അവതരിപ്പിച്ചത്.
8 മിനിറ്റ് നീണ്ട റെക്കോർഡ് ഭരതനാട്യം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്. ആലപ്പുഴ ജില്ലാ കേരളോത്സവത്തിന് സമാപനമായി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാരായി. 341 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും 254 പോയിന്റോടെ കലാ കിരീടവും പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്വന്തമാക്കി. ജില്ലാതല കേരളോത്സവത്തിൽ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 341 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും 254 പോയിന്റ് നേടി കലാകിരീടവും നേടി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് 298 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 2ാം സ്ഥാനവും 198 പോയിന്റ് നേടി കലാകിരീടം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലെ ഗായത്രി നായർ 36 പോയിന്റ് നേടി കലാതിലകമായി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ മഹേശ്വർ 28 പോയിന്റ് നേടി കലാപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു. കായിക ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ജൂനിയർ വിഭാഗത്തിൽ ആര്യാട് ബ്ലോക്കിലെ യു വിഷ്ണു, വനിതാ വിഭാഗത്തിൽ പട്ടണക്കാട് ബ്ലോക്കിലെ MS സരിക, സീനിയർ ഗേൾസിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിലെ KL അലീന, സീനിയർ ബോയ്സിൽ അതുൽ ഷാജി എന്നിവർ ചാമ്പ്യൻഷിപ്പ് പട്ടം കരസ്ഥമാക്കി. 3 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിലെ വിവിധ വേദികളിലാണ് ജില്ലാതല കേരളോത്സവം നടത്തിയത്. പ്രധാന വേദിയായ അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, TS താഹ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭ ബാലൻ, PG സൈറസ്, സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് R റിയാസ്, P അഞ്ജു, മഞ്ജുളാദേവി, K തുഷാര, G ആതിര, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P രമേശൻ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ B ഷീജ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ 10 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കരപ്പുറം കാർഷിക കാഴ്ചകൾക്ക് സമാപനം. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിച്ചു. ഇപ്പം ഞാൻ 10 വാഴ വെച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ 10 വാഴ വെച്ചാൽ, ആ വാഴ ഏത്തക്കൊലയാണെങ്കിൽ ഏത്തക്കൊല വെട്ടി അത് കൊടുക്കുമ്പോൾ അവർ പറയുന്ന വിലയ്ക്കാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. നമ്മൾ ചോദിക്കുന്ന വില കിട്ടുന്നില്ല. എന്നാൽ അത് ഉപ്പേരിയാക്കിയാൽ, ചിപ്സ് ആക്കിയാൽ അതിന് വിലയിടാനുള്ള അവകാശം നമുക്ക് കിട്ടുകയാണ്. കപ്പ റെഡിയാക്കി ആ കപ്പ വറുത്താൽ വിലയിടാനുള്ള അവകാശം നമുക്ക് കിട്ടുകയാണ്. നെല്ല് വിലയിടാൻ നമുക്ക് അവകാശമില്ല. നെല്ല് കുത്തി അരിയാക്കിയാൽ അതിൻ്റെ വിലയിടാൻ ഉൽപ്പാദകന് അവകാശം കിട്ടുകയാണ്. നോക്കൂ, ഒന്നും മാറ്റം വരുത്തുമ്പോഴേക്കും നമുക്കൊരു പ്രത്യേകമായ അവകാശം അവിടെ ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തുകയാണ്. നെല്ല് കുത്തി അരിയാക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യുന്നത് സെക്കൻഡറി അഗ്രികൾച്ചറാണ്, ദ്വിതീയ കാർഷിക മേഖലയാണ്. കപ്പ ചിപ്സ് ആക്കുന്നെങ്കിൽ അത് ചിപ്സ് ആകുമ്പോൾ സെക്കൻഡറി അഗ്രികൾച്ചർ ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ദ്വിതീയ കാർഷിക മേഖല കൂടി നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതല്ലേ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പരമ്പരാഗതമായ നമ്മുടെ ശൈലി പ്രാഥമിക കാർഷിക മേഖലയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇതാദ്യമായി നമ്മൾ പ്രാഥമിക കാർഷിക മേഖലയ്ക്കൊപ്പം ദ്വിതീയ കാർഷിക മേഖലയെയും. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയതിൽ യുവതലമുറയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് മന്ത്രി P പ്രസാദ്. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചേർത്തല പുലിമ കരപ്പുറം കാർഷിക മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മേളയുടെ ഭാഗമായി 1 കോടിയിലധികം രൂപയുടെ വിറ്റുവരവ് നേടാൻ കഴിഞ്ഞതായും വരും വർഷങ്ങളിൽ മേള നടത്തിപ്പുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ആവശ്യമായ രൂപരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 10 ദിവസമായി നടന്ന മേള ഞായറാഴ്ച സമാപിച്ചു. 125ലേറെ വിൽപ്പന പ്രദർശന സ്റ്റാളുകൾ മേളയിലുണ്ടായിരുന്നു. മലയാള മനോരമയ്ക്ക് കാർഷിക മേളയിലെ മികച്ച റിപ്പോർട്ടിങ്ങിന് 1ാം സ്ഥാനവും ദേശാഭിമാനിക്കും ജനയുഗത്തിനും 3ാം സ്ഥാനവും ലഭിച്ചു. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് പട്ടണക്കാട് പഞ്ചായത്ത് 1ാം സ്ഥാനവും കഞ്ഞിക്കുഴി പഞ്ചായത്ത് 2ാം സ്ഥാനവും ചേർത്തല തെക്ക് പഞ്ചായത്ത് 3ാം സ്ഥാനവും നേടി. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും മന്ത്രി നിർവഹിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഓമന ബാനർജി, TS ജാസ്മിൻ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജീവൻ, കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബിൻസി K എബ്രഹാം, ഡെപ്യൂട്ടി ഡയറക്ടർ സുജായിപ്പൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, കർഷകൻ KP നടരാജൻ, മുതിർന്ന കർഷകരായ പാപ്പച്ചൻ കൊച്ചുപറമ്പിൽ, മദനൻ തോട്ടത്തുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ വിളവയ്പ് ഗ്രാമത്തിന്റെ കായൽ കാർണിവൽ ചൊവ്വാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം 10ാമത്തെ വർഷമായതുകൊണ്ട് നമ്മൾ വളരെ വിപുലമായിട്ടാണ് നടത്താൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസം നമ്മളൊരു പൊതുയോഗം നടത്തുകയും അതിനോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് പൊതുയോഗം നടത്തുകയും കുറച്ച് സെപ്പറേറ്റ് ചാർജുള്ള കുറച്ച് ഗ്രൂപ്പുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും
അതിന്റെ അടിസ്ഥാനത്തിൽ പരിപാടികൾ എങ്ങനെ നടത്തണം എന്നുള്ളൊരു പൊതു അവലോകനത്തിന്റെ ഭാഗമായി പല പല ഗ്രൂപ്പുകളായി തിരിച്ച് ഏതൊക്കെ പ്രോഗ്രാം നമ്മൾ ചെയ്യണമെന്ന് എല്ലാവരുടെ അഭിപ്രായത്തിന്റെ ആരായത്തിൽ ഈ 10ാം വർഷമായതുകൊണ്ട് നമ്മുടെ ചെയ്യുന്ന പരിപാടികളെല്ലാം ഒരു ഹൈലൈറ്റ്സ് ചെയ്ത് കാണിക്കണം നമുക്ക്. കാരണം നമ്മൾ 10ാം വർഷമാകുമ്പോൾ നമ്മുടെ പരിപാടി ഒരു ഫോർട്ടി വെച്ച് കാർണിവലെ പോലെ തന്നെ വളരെ വിപുലമായ രീതിയിൽ സംസ്ഥാനത്തിന്റെ ഒരു നോട്ടം കിട്ടുന്ന രീതിയിൽ നമ്മൾ DTPC ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ ഏറ്റെടുത്ത രീതിയിൽ നടത്തുന്ന രീതിയിൽ നമ്മൾ പൊതു ചർച്ച വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 9 വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ നിന്ന് വിഭിന്നമായി ഏതൊക്കെ തരത്തിൽ നമുക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റും, പൊതുവെ നമുക്ക് ഏത് രീതിയിൽ സഹായങ്ങൾ ചെയ്യാൻ പറ്റും, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വളരെ വിപുലമായിട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 10ാമത്തെ വാർഷികം നമ്മൾ. ഉച്ചക്കാറ്റിനും സൂര്യാസ്തമയത്തിനും പ്രശസ്തമായ ഉളവിപ്പ് അംബേദ്കർ ഗ്രാമം 10ാം വർഷവും പുതുവർഷത്തെ വരവേൽക്കുന്നു. ഉളവിപ്പ് ഗ്രാമീണരുടെ ചെറിയ ആഘോഷമായി ആരംഭിക്കുകയും കൊച്ചിൻ കാർണിവലിനൊപ്പം വളരുകയും ചെയ്ത മാതൃകയാണ് ഉളവിപ്പ് കായൽ കാർണിവലിൻ്റേത്. ഗ്രാമത്തിലെ അമ്മമാർ ഒരുക്കുന്ന കപ്പ എന്നിവ സൗജന്യമായി എല്ലാവർക്കും വിതരണം ചെയ്യും. 1 മാസം സമയമെടുത്ത പപ്പാഞ്ഞി നിർമ്മാണം കായൽ തീരത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. കായൽ മലിനീകരണത്തിനും മത്സ്യസമ്പത്തിനും കോട്ടം സംഭവിക്കാതെ പപ്പാഞ്ഞി കായലിലിറക്കി രാത്രി 12-ന് കത്തിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച സൂര്യാസ്തമയമാണ് ഇവിടെയെന്ന് നാഷണൽ ജിയോഗ്രഫി ചാനൽ അടയാളപ്പെടുത്തിയതോടെ സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ജില്ലയുടെ വടക്ക് ഭാഗത്ത് കൊച്ചിയോട് ചേർന്നുള്ള ഭാഗമായതിനാൽ നഗരവാസികളും മനസ്സുകുളിർപ്പിക്കാൻ എത്തുന്ന മനോഹരമായ വയൽച്ചിറകളാൽ ആകർഷകമായ ഗ്രാമത്തെ ബ്രാൻഡ് ചെയ്ത് ടൂറിസം സാധ്യതയിലേക്ക് ഉയർത്താൻ കായൽ കാർണിവലിന് സാധിച്ചിട്ടുണ്ട്. കായൽ കാർണിവൽ ആഘോഷത്തിലൂടെ ഗ്രാമത്തിന്റെ ഭാവിയാണ് ശോഭനമാകുന്നത്. പുതുവർഷ ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് ഉളവിപ്പ് വളരുകയാണ്. അമ്യൂസ്മെന്റ് പാർക്ക്, വാനനിരീക്ഷണം, കൈകൊട്ടൽ മത്സരം, ഞണ്ട് കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യാ സെമിനാർ തുടങ്ങിയവയും ഇത്തവണയുണ്ട്. സജി പാറു നയിക്കുന്ന ഫോക്ക് റവല്യൂഷനാണ് ഇത്തവണ സംഗീതം. KC വേണുഗോപാൽ MP, MLA-മാരായ ദലീമ ജോജോ, KJ മാക്സി തുടങ്ങിയവർ പുതുവർഷ സന്ദേശങ്ങൾ നൽകും. ആഘോഷത്തിനെത്തിയ ജനക്കൂട്ടത്തിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കും 31-ന് രാത്രി 12-ന് പപ്പാഞ്ഞി കത്തിച്ച് പുതുവർഷത്തെ വരവേൽക്കുന്നത്. കായൽ 10 എന്ന പേരിൽ ഇത്തവണത്തെ കാർണിവൽ ആഘോഷം വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും വിദ്യാർത്ഥികളിലെ സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിനെതിരെയുമുള്ള സന്ദേശമായിരിക്കും. പരിപാടിയുടെ ഭാഗമായി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇരുചക്ര വാഹനമൊഴികെ മറ്റൊന്നും തന്നെ പള്ളിവെളിയിൽ നിന്നും ഉളവിപ്പിലേക്ക് കടത്തിവിടില്ല. വാഹനങ്ങൾ പള്ളിവെളിയിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഉളവിപ്പ് കായൽ കാർണിവൽ 10 എന്ന സുവനീർ പ്രകാശനം SNHSS മാനേജർ KL അശോകൻ നിർവഹിച്ചു. ചെയർമാൻ സണ്ണി മാധവൻ, വൈസ് ചെയർമാൻ നയന ബിജു, ജനറൽ കൺവീനർ സഫിൻ P. രാജ്, ജോയിന്റ് കൺവീനർ റെജിമോൻ TK, ട്രഷറർ സന്ദീപ് രാജ്, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സനൽ P. രാജ് എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴയിൽ അധ്യാപകരുടെ കലാമേള. KSTയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ അധ്യാപകരുടെ സംസ്ഥാനതല കലാമേള സംഘടിപ്പിച്ചു. 149 പോയിന്റ് നേടി മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അക്ഷരമെന്റെ ഭാഗ്യം, അധ്യാപനമിതു ധന്യം, ജീവിത കാമന കഴുകിയുണർത്തും സേവന ശങ്കുലി കേൾക്കാം, ജീവിത കാമന കഴുകിയുണർത്തും സേവന ശങ്കുലി കേൾക്കാം. അധ്യാപകർ കടമകൾ മറക്കാതെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കണമെന്നും അധ്യാപകർക്കും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ. കേരള സ്കൂൾ ടീം ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അധ്യാപക കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ്, ജനറൽ സെക്രട്ടറി K. ബദറുനിസ, KV ബെന്നി, MK നൌഷാദ് അലി, PJ ബിഗേഷ്, AK ബീന, PD ജോഷി എന്നിവർ സംസാരിച്ചു. രചനാ മത്സരങ്ങൾക്കു പുറമെ ആലാപനം, നൃത്ത മത്സരങ്ങളും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന പ്രസിഡന്റ് D. സുധീഷ് അധ്യക്ഷത വഹിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പഞ്ചായത്തിലെ പാതിരാമണൽ ദ്വീപും പരിസരവും ഉത്സവലഹരിയിൽ. പാതിരാമണൽ ഫെസ്റ്റിൻ്റെ ഭാഗമായി സ്വദേശികളും വിദേശികളുമായ 100 കണക്കിന് വിനോദ സഞ്ചാരികളാണ് പാതിരാമണൽ ദ്വീപിലേക്ക് എത്തുന്നത്. പാതിരാമണൽ ദ്വീപ് ഉത്സവ നിറവിലാണ്.
കായൽ സൗന്ദര്യത്തിൻ്റെ മാസ്മര സൗന്ദര്യം നുകരാൻ ജലയാനങ്ങളിലും കരമാർഗവും എത്തുന്ന സഞ്ചാരികളുടെയും ആരവമാണ് എവിടെയും. ഭക്ഷണശാലകളും വിശ്രമകേന്ദ്രങ്ങളും യാത്രാ സൗകര്യങ്ങളും ഒരുക്കിയാണ് ഇത്തവണയും സഞ്ചാരികളെ മാടി വിളിക്കുന്നത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് സഞ്ചാരികൾക്കായി ദ്വീപിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ദ്വീപിൻ്റെ മുഖപ്രവേശന കവാടമായ കായ്പുറം ബോട്ടുചട്ടിയും പരിസര പ്രദേശങ്ങളും വർണ്ണപ്രപഞ്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. വൈദ്യുതി ദീപങ്ങളുടെ വർണ്ണപ്പൊലിമയിൽ മനം നിറഞ്ഞാണ് സഞ്ചാരികൾ മടങ്ങുന്നത്. സമ്മേളനവേദിയും വർണ്ണാഭമായി അലങ്കരിച്ചിട്ടുണ്ട്. വീഥികൾക്കിരുപുറവുമുള്ള വൃക്ഷത്തലപ്പുകളിൽ വൈദ്യുതി വിളക്കുകൾ വർണ്ണ കാഴ്ചയൊരുക്കുന്നു. ഫെസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധി ഹൗസ് ബോട്ടുകൾ കായ്പുറത്ത് തങ്ങുന്നുണ്ട്. ഭാതിരാമണൽ ദ്വീപിൽ കനകപ്രഭ വിതറുന്ന സൂര്യോദയം മനമയക്കുന്ന കാഴ്ചയാണ്. ഹൗസ് ബോട്ടുകളുടെ മുകളിൽ ഇരുന്ന് സൂര്യോദയം വീക്ഷിക്കുന്ന സഞ്ചാരികൾ കൗതുകമുള്ള പുലർക്കാല കാഴ്ചയുമാണ്. ദ്വീപിൽ നിന്നുള്ള അസ്തമയ കാഴ്ചകൾക്കും സഞ്ചാരികൾക്ക് ഏറെ പ്രിയമാണ്. ഫെസ്റ്റിനോടനുബന്ധിച്ച് നമ്മൾ കായ്പുറം കവല മുതൽ നമ്മുടെ കായ്പുറം ജെട്ടി വരെയുള്ള റോഡിന് ഇരുവശവും നല്ല രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ ഭാഗത്തുമൊക്കെ നല്ല കളർഫുള്ളായി തന്നെ നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാതിരാവണലിനകത്ത് നമുക്ക് വൈദ്യുതി ലഭ്യമല്ലെങ്കിലും പ്രത്യേകം ജനറേറ്ററുകൾ തയ്യാറാക്കിക്കൊണ്ട് പാതിരാമണലിനകത്തും ചെയ്യാവുന്ന സ്ഥലങ്ങളിലൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ഏറ്റവും വ്യത്യസ്തം വൈകിട്ട് 5-ന് ശേഷം ദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണമുണ്ട്. നേരത്തെ ദ്വീപിലെത്തുന്നവരാണ് അസ്തമയ കാഴ്ച ആസ്വദിച്ച് മടങ്ങുന്നത്. വെജിറ്റേറിയനും അല്ലാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ വിൽപ്പനശാലകളിൽ ലഭിക്കും. നാട്ടിൻപുറ വിഭവങ്ങളിൽ മേന്മ നിറച്ച പൊതിച്ചോറുമായി കായപ്പുറത്തു നിന്ന് ദ്വീപിലെത്തുന്ന വനിതകളും ഫെസ്റ്റിന് നിറവേകുന്നു. സഞ്ചാരികൾ അലക്ഷ്യമായിടുന്ന വസ്തുക്കൾ അപ്പോൾ തന്നെ നീക്കം ചെയ്യുന്നതിന് ഹരിതകർമ്മസേനയും രംഗത്തുണ്ട്. ആലപ്പുഴ, കുമരകം, തണ്ണീർമുക്കം മേഖലകളിൽ നിന്ന് ഹൗസ് ബോട്ടുകളിൽ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തുന്നുണ്ട്. ആലപ്പുഴ, മുഖമ്മ മേഖലകളിൽ നിന്ന് ജലഗതാഗത വകുപ്പും സർവീസ് നടത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള ബോട്ടുകൾ ഇടതടവില്ലാതെ ഓടുന്നത്. ദ്വീപിൻ്റെ മുഖപ്രവേശന കവാടമായ കായ്പുറം ജെട്ടിയിലാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. KSRTCയുടെ ആലപ്പുഴ ചേർത്തല ഡിപ്പോകളിൽ നിന്ന് പാതിരാമണൽ ഫെസ്റ്റിനായി പ്രത്യേക സർവീസുകളും നടത്തുന്നുണ്ട്. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ജ്ഞാനമഹോത്സവത്തിന് സമാപനമായി. ജില്ലാ ആസ്ഥാനമായ പഴവീട് ഹാർമണി ഹൗസിലാണ് ജ്ഞാനമഹോത്സവം ഒരുക്കിയത്. രണ്ട് ദിവസം നീണ്ടുനിന്ന പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ ജ്ഞാനമഹോത്സവത്തിന് സമാപനമായി. ആലപ്പുഴ ജില്ലയിൽ ബ്രഹ്മകുമാരീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ 35-ാം വാർഷികവും ജില്ലാ ആസ്ഥാന മന്ദിരം ഹാർമണി ഹൗസിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗവുമായിട്ടാണ് ജ്ഞാനമഹോത്സവം നടത്തിയിരുന്നത്. പഴവീട് ഹാർമണി ഹൗസിൽ ജ്ഞാനമഹോത്സവം സമാപിച്ചു. ജില്ലയിൽ നിന്നുള്ള ബ്രഹ്മകുമാരീസ് വിശ്വാസികൾ ജ്ഞാനമഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ബ്രഹ്മകുമാരീസ് പത്തനംതിട്ട ജില്ലാ ഡയറക്ടർ BK ഉഷ, തിരുവനന്തപുരം ഡയറക്ടർ മിനി ബഹൻ, ആലപ്പുഴ ഡയറക്ടർ BK ദിശ എന്നിവർ സത്യയുഗ വൈകുണ്ഠ ദർശനം, കാശി വിശ്വനാഥ രാമേശ്വര ജ്യോതിർലിംഗ ദർശനം എന്നിവയെ സംബന്ധിച്ച കൂടുതൽ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു. കൂടുതൽ മനസ്സിലാക്കാൻ ചിത്രങ്ങളും വീഡിയോകളും പ്രദർശിപ്പിച്ചിരുന്നു. ആത്മശുദ്ധി, വിശ്വശാന്തി എന്നിവയ്ക്ക് വേണ്ടിയുള്ള ബ്രാഹ്മ മുഹൂർത്ത യോഗ പുലർച്ചെ 4 തുടങ്ങി രാവിലെ 11-ന് സമാപിച്ചു. തുടർന്ന് ആത്മീയ സമ്മേളനം നടന്നു. വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച 50 പേരെ ചടങ്ങിൽ ആദരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പി ഡിസ്ട്രിക്ട് കക്കാത്തൊഴിലാളി യൂണിയൻ CITUവിൻ്റെ വാർഷിക സമ്മേളനം നടന്നു. CITU ദേശീയ കൗൺസിൽ അംഗം R. നാസർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പി ഡിസ്ട്രിക്ട് കക്കാത്തൊഴിലാളി യൂണിയൻ CITUവിൻ്റെ വാർഷിക സമ്മേളനം നടന്നു. മുഹമ്മയിൽ നടന്ന വാർഷിക സമ്മേളനം CITU ദേശീയ കൗൺസിൽ അംഗം R. നാസർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയും അവയ്ക്ക് പരിഹാരം വേണ്ടിയിട്ടുള്ള പോരാട്ടം ഈ കാലയളവിൽ നടത്തുകയും. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ഷാജി അധ്യക്ഷനായി. CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ, കയർ കോർപ്പറേഷൻ ചെയർമാൻ G. വേണുഗോപാൽ, CPM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി B. സലീം, യൂണിയൻ ജനറൽ സെക്രട്ടറി CK സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. ചേർത്തല ടൗൺ NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഫോട്ടോ അനാച്ഛാദനവും ഇതോടൊപ്പം നടന്നു. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ടൗൺ NSS കരയോഗത്തിൻ്റെ കുടുംബ സംഗമം നടന്നു. എൻഡോമെൻ്റ് വിതരണം, കായിക മത്സരങ്ങൾ, തിരുവാതിര, കലാവിരുന്ന്, കരോക്ക, ഗാനമേള എന്നിവ ഒരുക്കിയിരുന്നു. NSS കരയോഗ ഹാളിൽ നടന്ന സംഗമം കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ തരത്തിൽ പ്രായോഗികത എന്നുള്ളത് പലർക്കും ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരും.
അങ്ങനെ വരുമ്പോൾ ബോധപൂർവമായ അവഗണിക്കലായിട്ടൊന്നും വരെ കാണേണ്ടതില്ല. പക്ഷേ സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കും. നമ്മൾ ബോധപൂർവമായി അവഗണിച്ചതുകൊണ്ടാണോ നമ്മുടെ അച്ഛൻ്റെ പേര് മറന്നുപോയത്? അല്ലേ? അല്ല, ബോധപൂർവമൊന്നും അല്ലാതെ അങ്ങനെയാണ് രീതിയല്ല. നാളുകളിൽ ഇത്രയും പോലും ഇരിക്കാനും കേൾക്കാനും നിൽക്കാനും ആർക്കാണ് സമയം കിട്ടുക? ഒട്ടും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നവരിടത്ത് വന്നിരിക്കാൻ ആരെക്കൊണ്ടാണ് ആവുക? ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഫോട്ടോ അനാച്ഛാദനം എന്നെല്ലാം പറയുന്നതിന് ഒരു വലിയ പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ അതുകൊണ്ടാണ് കരയോഗത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു എന്നും പറഞ്ഞു. കരയോഗം പ്രസിഡന്റ് GS നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KN സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. യൂണിയൻ കമ്മിറ്റി അംഗം MN വിമൽ എൻഡോമെൻറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ M രവീന്ദ്രനാഥൻ, BN പുരുഷോത്തമ കൈമൾ, N ഗംഗാധരൻ നായർ, KS ചന്ദ്രകുട്ടിയമ്മ, സിമി സുരേഷ് എന്നിവർ ആശംസകൾ നേർന്നു. കരയോഗം യൂണിയൻ പ്രതിനിധി A അജി നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ് ചേർത്തല. മത്സ്യത്തൊഴിലാളി യൂണിയൻ AITUCയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം തണ്ണീർമുക്കത്ത് നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി BC മധു ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC ചേർത്തല സൗത്ത് മണ്ഡലം സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി VC മധു CPI കൊക്കോത്തമംഗലം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ തൊഴിൽപരമായിട്ടുള്ളതും മത്സ്യസമ്പത്തുമായിട്ടുള്ളതും കായൽ വിഭവങ്ങളുമായിട്ടുള്ള സമ്പത്തിൽ നമുക്ക് നിരവധിയായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് പ്രതീക്ഷിക്കാതെയുള്ള പ്രകൃതിക്ഷോഭമടക്കമുള്ള പ്രശ്നങ്ങളെ നമ്മൾ അതിഭീകരമായി നേരിടേണ്ടി വരുന്നു. മറ്റുള്ള തൊഴിൽ മേഖല പോലെ അല്ലല്ലോ മത്സ്യമേഖല. ഇപ്പൊ കാർഷിക മേഖലയ്ക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പൊതുമരാമത്ത് മേഖലകളിലുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഫാക്ടറികളാണ് കടലും കായലും. അവിടുത്തെ പ്രത്യേകത എന്താ? ബാക്കി എല്ലാവരും പറയുന്ന പോലെ ഞങ്ങൾ വിതയ്ക്കുന്നു വീഴുന്നു എന്നാണ് തൊഴിലാളി മേഖലയിൽ. എന്നാൽ മത്സ്യമേഖല അങ്ങനെയല്ല, ആരും അവിടെ വിതയ്ക്കുന്നില്ല. തന്റെ സമയബന്ധിതമായ കായിക ശേഷി ഉപയോഗിച്ച് അധ്വാനത്തോടുകൂടെ സാമ്പത്തികം ചെലവാക്കി പോയി മത്സ്യബന്ധനം നടത്തി കക്ക വാരിക്കൊണ്ടുവരുമ്പോഴും ഉൽപ്പന്നം വിൽക്കുന്ന മേഖലകളിലാണ് അധികമായി ആൾക്കാരെത്തുക. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് CK സത്യൻ അധ്യക്ഷത വഹിച്ചു. ചേർത്തല സൗത്ത് മണ്ഡലം സെക്രട്ടറി TK ശ്രീനിവാസൻ, S പ്രകാശൻ, MD സുധാകരൻ, R ജയൻ, ആനന്ദരാജ്, മിനി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മ കായ്പുറം നവജീവൻ ക്ലബിൻ്റെ വാർഷികാഘോഷം ശ്രദ്ധേയമായി. സിനിമാ താരം അനൂപ് ചന്ദ്രൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ കായ്പുറം നവജീവൻ ക്ലബിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ താരം അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ചേർത്ത് തീരെ കുഞ്ഞായിരിക്കും ചേർക്കല പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്കുള്ള സൈക്കിളിൽ ഇങ്ങനെ ഇടക്കിട്ട് ചവിട്ടി പോകുമ്പോൾ അപ്പോൾ പാവാനുള്ള പോലീസുകാർ എന്നെ വിളിച്ചിട്ട് കൈകാണിച്ച് ഒരുപാടാളുകളുണ്ട്. അപ്പോൾ ഞാനവിടെ പേടിച്ച് അമർച്ചത് ചോദിച്ചു, നിന്റെ പോക്കറ്റിലെങ്ങാണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് 5 രൂപയുള്ളത് ഉള്ളവർ 100 രൂപ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് 10 രൂപയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള 5 രൂപ കൂടുതലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ 5 രൂപ അത് എനിക്കൊരു മരുന്ന് മേടിക്കാനല്ല. അപ്പോൾ ഒരു ബാക്കി 5 ബാക്കി 5 ഉണ്ടല്ലോ, എന്നാൽ 5 രൂപയാണെന്ന് പറഞ്ഞു. നമ്മുടെ 10 രൂപ നോട്ടാണ്. എന്നാൽ ഒരു കാര്യമില്ല, ആ കടയിൽ കൊണ്ട് 5 രൂപ കൊടുത്ത് പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഞാൻ സൈക്കിളായിട്ട് അറിയിച്ചത് ഞാൻ ആ കടയൊക്കെ വെച്ച് ഇങ്ങോട്ട് നോക്കി ഈ പോലീസുകാരിങ്ങനെ 5 കാര്യം ഞാൻ ആ കടന്ന് പറഞ്ഞ് സാധാരണ 5 രൂപ തരാൻ പറഞ്ഞത് 5 പേർക്ക് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെല്ലുമ്പോൾ അടിയോടടി. അഭിലാഷ് കിളിയമ്പളി, അജിത് സുപ്രൻ, വാദ്യശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഉദയപ്പനാശാൻ, AV ആനന്ദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഗീത സംവിധായകൻ ആലപ്പി ഇഷികേശ്, PG മധു,
TC മഹീധരൻ, ഷീന മോൾ, ദേവു കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് മുഹമ്മദ്. പ്രധാന വാർത്തകൾ വീണ്ടും. കലൂർ സ്റ്റേഡിയത്തിൽ വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. എന്നാൽ കുറച്ച് ദിവസം വെന്റിലേറ്ററിൽ തുടരണമെന്ന ഡോക്ടർമാർ. ഇതിനിടെ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഉമാ തോമസ് MLAയ്ക്ക് അപകടമുണ്ടായ കലൂരിലെ പരിപാടിയിൽ സുരക്ഷാ വീഴ്ചയെന്ന് മന്ത്രി സജി ചെറിയാൻ. ഉയരമുള്ള വേദിക്ക് ബാരിക്കേഡ് കെട്ടേണ്ടതായിരുന്നു. തന്റെ ഗൺമാൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും സജി ചെറിയാൻ. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തവിസ്മയം. നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 12,600 നർത്തകിമാർ അണിനിരുന്ന മെഗാ ഭരതനാട്യം ഗിന്നസ് ബുക്കിൽ ഇടം നേടി. ആലപ്പുഴ ജില്ലാ കേരളോത്സവം സമാപിച്ചു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് ചാമ്പ്യൻഷിപ്പ്. 341 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും 254 പോയിന്റോടെ കലാകിരീടവും പട്ടണക്കാട് സ്വന്തമാക്കി. ആലപ്പുഴയിൽ അധ്യാപകരുടെ കലാമേള. KSTA സംസ്ഥാന അധ്യാപക കലാമേള ആലപ്പുഴയിൽ നടന്നു. 149 പോയിന്റ് നേടി മലപ്പുറം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. മുഴുവൻ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ. നമസ്കാരം.